കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 3-ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ 2-ാമത്തെ അധ്യായം മാനത്തിന്റെ മടിത്തട്ടിൽ എന്ന് പറയുന്ന പാഠഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിലെ 27-ാമത്തെ പേജിൽ കഥ എഴുതാം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്ക് തെങ്ങിന്റെ പൊത്തിൽ നിന്നും തത്തക്കുഞ്ഞിനെ പിടിച്ച് കൂട്ടിലിട്ട കഥ നമുക്കറിയാം. തത്തക്കുഞ്ഞ് തന്റെ കഥ പറഞ്ഞാലോ എന്നാണ് ഇവിടെ പറയുന്ന പ്രവർത്തനം. അതായത് ആ കൂട്ടിലകപ്പെട്ട തത്തക്കുഞ്ഞ് തന്റെ കഥ സ്വന്തം രീതിയിൽ പറയുകയാണ്. അപ്പൊ തത്തക്കുഞ്ഞ് കഥ പറയുന്ന രീതിയിൽ ആ കഥ നമ്മൾ വിശദീകരിച്ചെഴുതണം. ഇവിടെ പറയുന്നത് താഴെ കൊടുത്ത സൂചനകളിൽ നിന്ന് കഥ വികസിപ്പിക്കുക എന്നാണ്. ഈ കാണുന്ന സൂചനകളാണ് ഒരു കഥ എഴുതുന്നതിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ഏതാനും പോയിന്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. 1-ാമത്തെ പോയിന്റ് കൊന്നത്തെങ്ങിലെ ആദ്യ നാളുകൾ എന്നാണ്. 2-ാമത്തെ പോയിന്റ് അച്ഛനും അമ്മയും എന്നാണ്. 3 ഇവിടെ പോയിന്റ് ഇല്ല. നിങ്ങൾക്ക് ആ കഥയുടെ ഏതെങ്കിലും വരേണ്ട ഭാഗം ഇവിടെ എഴുതി ചേർക്കാം. അടുത്തത് ഇരുമ്പ് കൂട്ടിനുള്ളിൽ എന്നാണ് അടുത്തൊരു പോയിന്റ്. പനയോല എന്നാണ് അടുത്തത് ഇവിടെ ബ്ലാങ്ക് ആണ്. നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാം. വീണ്ടും തെങ്ങിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്നതാണ്. അതായത് ആ കഥയുടെ തുടക്കം ഇവിടെ നിന്നും തുടങ്ങി ഈ കൊന്നത്തെങ്ങിലെ ആദ്യ നാളുകളൊക്കെ പരാമർശിച്ച് അച്ഛനും അമ്മയും അവരെ നോക്കിയ കഥകളൊക്കെ പരാമർശിച്ച് ആ നല്ല കാലങ്ങൾ പരാമർശിച്ച ശേഷം അത് ഇരുമ്പ് കൂട്ടിൽ അകപ്പെടുന്നതും അവർക്ക് കിട്ടുന്ന ആ തത്തക്കുഞ്ഞിന് കിട്ടുന്ന ഭക്ഷണവും അത് കഴിക്കാതിരിക്കുന്നതും ആ വിഷമവും അച്ഛനും അമ്മയും വരുന്നതും കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം വീണ്ടും തെങ്ങിലേക്ക് തന്നെയുള്ള ഒരു മടക്കമുണ്ട്. ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതായിരിക്കണം ഈ കഥ. ഈ കഥയുടെ വികാസമാണ് ഇവിടെ സംഭവിക്കേണ്ടത്. കുട്ടികൾ ചിലപ്പോൾ ഇതേ പോയിന്റുകൾ തന്നെ അങ്ങനെ എഴുതി വെക്കും. അതല്ല ചെയ്യേണ്ടത്. ഈ പോയിന്റുകൾ വികസിപ്പിച്ച് നമ്മുടേതായിരിക്കുന്ന ഭാഷയിൽ തത്തക്കുഞ്ഞ് കഥ പറയുന്ന രീതിയിൽ അത് വികസിപ്പിച്ച് കൊണ്ടുവരണം. അപ്പോൾ ഒരു കഥ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു മികച്ച കഥക്ക് എന്തൊക്കെ സവിശേഷതകൾ ഉണ്ടായിരിക്കണം? ഇനി ഇവിടുന്ന് അങ്ങോട്ട് കഥകൾ എഴുതാൻ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഈ പോയിന്റുകൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കഥ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്ന്, കഥക്ക് നല്ലൊരു പേര് വേണം. ആദ്യം ഒരു കഥ എഴുതുമ്പോൾ അതിന് നല്ലൊരു പേര് വേണം. പിന്നെ കഥയിലെ സംഭവങ്ങൾ ക്രമപ്പെടുത്തി അവതരിപ്പിക്കണം. അതിലെ മികവിന് പോയിന്റ് കിട്ടും. തലക്കെട്ടിനൊരു പോയിന്റ് കിട്ടും. കഥയിലെ സന്ദർഭങ്ങൾ സംഭവങ്ങളൊക്കെ ക്രമപ്പെടുത്തി അവതരിപ്പിക്കണം. ഇതാണ് ആ ക്രമപ്പെടുത്തുന്ന രീതി. അതുപോലെ തന്നെ കഥ എഴുതുന്നതിന് അല്ലെങ്കിൽ പറയുന്നതിന് രീതിയുണ്ട്. അതായത് ഒരു തുടക്കം വേണം, അതിനൊരു തുടർച്ച വേണം, അതിനൊരു ഒടുക്കവും അവസാനവും വേണം. കഥയുടെ തുടക്കമാണിത്, കൊന്നത്തെങ്ങിലെ ആദ്യ നാളുകൾ. അതിനു മുമ്പ് തന്നെ തുടങ്ങണ കഥ വീണ്ടും തെങ്ങിലേക്ക് അവസാനിക്കുന്നത്, തെങ്ങിലേക്ക് തന്നെ മടങ്ങുന്നതാണ് ഇതിന്റെ അവസാനം. അപ്പൊ ഇതിനുള്ള ഒരു ക്രമമുണ്ട്, ഒരു തുടർച്ചയുണ്ട്. ആ തുടക്കവും തുടർച്ചയും ഒടുക്കവും കഥയിൽ കാണണം. അതിന് പോയിന്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ കഥയുടെ ഭാഷ ശ്രദ്ധിക്കണം. അതിന്റെ ആഖ്യാന രീതി, പറയുന്ന രീതിയും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിൻ്റെ വഴിത്തിരിവുകൾ എന്ന് നമ്മൾ വേണമെങ്കിൽ പറയും. അതായത് ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിലുള്ള അവതരണമായിരിക്കണം വേണ്ടത്. ഒരു സെന്റൻസ് കഴിഞ്ഞാൽ
അടുത്ത വരുന്ന സെന്റൻസ് എന്താണ് എന്ന് കേൾക്കാനും അല്ലെങ്കിൽ അത് വായിക്കാനും, എഴുതിയ കഥ ആണെങ്കിൽ വായിക്കാനും ഒക്കെ അത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും താല്പര്യമുണ്ടാകുന്ന രീതിയിലായിരിക്കണം കഥ അവതരിപ്പിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളായിരിക്കണം ഒരു കഥ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് കഥ ദാ ഇവിടെ ബോർഡിൽ എഴുതാം. നോക്കൂ, കഥക്ക് ആദ്യം വേണ്ടത് ഒരു തലക്കെട്ടാണ്. വീണ്ടും തെങ്ങിലേക്ക് എന്ന് പറഞ്ഞ ഒരു തലക്കെട്ട് കൊടുത്തു. കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള തലക്കെട്ട് കൊടുക്കാം. കഥക്ക് തുടക്കവും ഒടുക്കവും വേണമെന്ന് പറഞ്ഞു, തുടർച്ച വേണം എന്ന് സൂചിപ്പിച്ചു, കഥയിലെ സന്ദർഭങ്ങൾ ക്രമപ്പെടുത്തി എഴുതണം എന്ന് സൂചിപ്പിച്ചു, ഭാഷ നന്നാകണം എന്ന് സൂചിപ്പിച്ചു, ആകാംക്ഷ ഉണ്ടാക്കുന്ന വരികളാകണം എന്ന് സൂചിപ്പിച്ചു. ഇതൊക്കെ അടങ്ങിയ ഒരു കഥയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർക്ക് ഇതൊരു നന്നായി കഥ എഴുതാം. ഇതൊരു മാതൃകയായി വേണമെങ്കിൽ അതും സ്വീകരിക്കാം. നമുക്ക് കഥ വായിക്കാം. കിഴക്കേ പുരയിടത്തിലെ കൊന്നത്തെങ്ങിൽ അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നാരക്കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത്. അതിനു മുകളിലിരുന്നാൽ അവിടത്തെ കാഴ്ചകൾ മുഴുവൻ കാണാം. കൊന്നത്തെങ്ങിന് മുകളിലിരുന്നാൽ എന്നാണ് ഉദ്ദേശം. ചിറക് വെച്ച് കഴിഞ്ഞാൽ പറക്കാൻ പഠിപ്പിക്കാമെന്നും തീറ്റ തേടാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകാമെന്നും അമ്മ പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ഒരാൾ തെങ്ങിലേക്ക് കയറി വന്നു. എന്റെ കൂട്ടിനടുത്തെത്തി അയാൾ കൂട്ടിൽ കൈ ഇട്ട് എന്നെ പിടിച്ചു. ഞാൻ വല്ലാതെ പേടിച്ചു, ഉറക്കെ കരഞ്ഞു. അയാൾക്ക് എന്നോട് ഒരു ദയയും തോന്നിയില്ല. അയാൾ എന്നെ അപ്പുവിന് കൊടുത്തു. അവൻ എന്നെ അവന്റെ വീട്ടിലുള്ള ഒരു ഇരുമ്പ് കൂട്ടിൽ അടച്ചു. അപ്പു എനിക്ക് ഭക്ഷണത്തിനായി പാലും ചോറും പഴവും എല്ലാം തന്നു. എങ്കിലും കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തു കടക്കാൻ ചിറകിട്ടടിച്ച് ബഹളം വെച്ചുകൊണ്ടിരുന്നു. എന്നെ കാണാനും തീറ്റ തരാനുമായി എൻ്റെ അച്ഛനും അമ്മയും എന്നും ഇരുമ്പുകൂട്ടിനരികിൽ വരും. അമ്മ ഇരുമ്പുകൂടിന്റെ വിടവിലൂടെ തീറ്റ തരുന്നത് കാണുമ്പോൾ അപ്പുവിന്റെ അമ്മ പറയും, നീ അതിനെ തുറന്നു വിട്ടേക്ക്. എന്നെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണമെന്നായിരുന്നു അപ്പുവിന്റെ മോഹം. ഒരു ദിവസം അപ്പു ഒരു പനയോലയുമായി വന്നു. പനയോലയിൽ ചുണ്ട് ഉരസിയാൽ തത്തക്കുഞ്ഞിന് നന്നായി സംസാരിക്കാൻ കഴിയുമെന്നായിരുന്നു അവന്റെ വിശ്വാസം. എന്നെ സംസാരിപ്പിക്കാൻ വേണ്ടി അപ്പു പല ശ്രമങ്ങളും നടത്തി. പക്ഷേ ഞാൻ ഒന്നും ഉരിയാടിയില്ല. ഉരിയാടിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല എന്നർത്ഥം. ഞാൻ എൻ്റെ ഭാഷയിൽ കരയുക മാത്രം ചെയ്തു. ഒരു ദിവസം അപ്പു സ്കൂളിൽ പോയ സമയം നോക്കി എൻ്റെ അച്ഛനും അമ്മയും എത്തി. കൂട് കൊത്തിപ്പൊളിച്ച് അവരെന്നെ പുറത്തിറക്കാൻ നോക്കി. ഇതു കണ്ട അപ്പുവിന്റെ അമ്മ വന്ന് കൂടിന്റെ വാതിൽ തുറന്നു. ഞാൻ അച്ഛനും അമ്മയോടുമൊപ്പം പഴയ കൊന്നത്തെങ്ങിലേക്ക് വേഗത്തിൽ പറന്നു. ഇങ്ങനെയാണ് തത്തക്കുഞ്ഞിന്റെ കഥ പറയുന്ന രീതി ഇവിടെ എഴുതിയിരിക്കുന്നത്. കൂട്ടുകാർ വീണ്ടും വീണ്ടും വായിച്ച് മനോഹരമായ ഒരു കഥയാക്കി അത് മാറ്റണം. അങ്ങനെ ആ കഥ എഴുതി ടീച്ചർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ വീണ്ടും
പല സന്ദർഭങ്ങളും വായിച്ചുകൊണ്ട് കഥ എഴുതുവാനുള്ള പരിശ്രമം നിങ്ങൾ വീണ്ടും നടത്തണം. മറ്റ് ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.